കാസർഗോഡ് അടുക്കത്തുബയൽ ബിലാൽ മസ്ജിദിന് സമീപത്തെ CA മുഹമ്മദ് ഹാജിയെ കൊലപ്പെടുത്തിയ കേസിൽ 4 പ്രതികളെയും ജീവപര്യന്തം കഠിന തടവിന് ശിക്ഷിച്ചു. സന്തോഷ് നായിക് എന്ന ബജയ് സന്തോഷ്, K ശിവപ്രസാദ് എന്ന ശിവൻ, K അജിത് കുമാർ എന്ന അജു, KG കിഷോർ കുമാർ എന്ന കിഷോർ എന്നിവരെയാണ് ജില്ലാ അഡീഷണൽ സെഷൻസ് കോടതി 2 ശിക്ഷിച്ചത്. പ്രതികൾ 1 ലക്ഷം രൂപ പിഴ അടയ്ക്കുവാനും കോടതി വിധിച്ചു. ശ്രീ ശങ്കരാചാര്യ കമ്പ്യൂട്ടർ സെന്റർ, ഗൾഫ് ബസാർ, നിയർ ന്യൂ ബസ് സ്റ്റാൻഡ്, കാസർഗോഡ്. കാസർഗോഡ് വർഗീയ സംഘർഷ കേസിൽ തുടർച്ചയായി പ്രതികളെ വെറുതെ വിട്ടതിന് പിന്നാലെ ആദ്യ ശിക്ഷാവിധി. അടുക്കത്തുബയൽ ബിലാൽ മസ്ജിദിന് സമീപത്തെ CA മുഹമ്മദ് ഹാജിയെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ 4 പ്രതികളെയും ജീവപര്യന്തം കഠിന തടവിനും 1 ലക്ഷം രൂപ വീതം പിഴയടക്കുവാനും കോടതി ശിക്ഷിച്ചു. കൂഡ്ലു ഗുഡ്ഡെ ടെമ്പിൾ റോഡിലെ സന്തോഷ് നായിക് എന്ന ബജയ് സന്തോഷ്, താളിപ്പടുപ്പിലെ K ശിവപ്രസാദ് എന്ന ശിവൻ, അയ്യപ്പ നഗറിലെ K അജിത് കുമാർ എന്ന അജു, അടുക്കത്തുബയൽ ഉസ്മാൻ ക്വാർട്ടേഴ്സിലെ KG കിഷോർ കുമാർ എന്ന കിഷോർ എന്നിവരെയാണ് കാസർഗോഡ് അഡീഷണൽ ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻസ് കോടതി 2 ജഡ്ജ് K പ്രിയ ശിക്ഷിച്ചത്. കേസിൽ സർക്കാർ നിയോഗിച്ച സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് CK ശ്രീധരൻ, അഡ്വക്കേറ്റ് KP പ്രദീപ് കുമാർ എന്നിവരാണ് വാദിഭാഗത്തിന് വേണ്ടി ഹാജരായത്. ഈ കേസിൽ 1 മുതൽ 4 വരെ മുഴുവൻ പ്രതികളെയും ബഹുമാനപ്പെട്ട കോടതി 341, 302 റെഡ് വിത്ത് 34 IPC പ്രകാരം കുറ്റക്കാരനാണെന്ന് കണ്ട ശേഷം ഇന്ന് എല്ലാവരെയും ശിക്ഷിച്ചിട്ടുണ്ട്. 341 പ്രകാരം 3 മാസം കഠിന തടവാണ്. 302 റെഡ് വിത്ത് 34 IPC പ്രകാരം ജീവപര്യന്തം തടവാണ്. കൂടാതെ 1 ലക്ഷം രൂപ വീതം ഫൈൻ പിഴയടക്കാനും ശിക്ഷിച്ചിട്ടുണ്ട്. പിഴയടക്കുന്നില്ലെങ്കിൽ 4 മാസം വീതം കഠിന തടവ് അനുഭവിക്കാനാണ് വിധിയായിട്ടുള്ളത്. അവർ മുമ്പ് കിടന്ന കാലയളവ് ഇപ്പോൾ കൺസിഡർ ചെയ്യാൻ പറ്റില്ല. കാരണം ലൈഫ് ഇംപ്രിസൺമെൻ്റാണ് കൊടുത്തിട്ടുള്ളത്. ഇനി വേറെ ഏതെങ്കിലും അപ്പീൽ ഫോറത്തിൽ ശിക്ഷ ഇളവ് കൊടുക്കുന്നുണ്ടെങ്കിൽ ആ മുമ്പ് കടന്ന കാലാവധി അതിൽ നിന്ന് കുറക്കും. ആ പട്ടാപ്പകൽ നടന്ന സംഭവമാണ്. ആ ദൃക്സാക്ഷികളുള്ള കേസാണ്. പ്രതികളൊക്കെ തിരിച്ചറിഞ്ഞിരുന്നു എന്ന് തന്നെ. ഈ ആയുധങ്ങൾ കണ്ടെടുക്കുന്ന സാക്ഷികൾ ഒക്കെ പ്രോസിക്യൂഷൻ അനുകൂലമായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ഡോക്ടറുടെ മൊഴി, അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ മൊഴി, എല്ലാ കാര്യങ്ങളും നന്നായിട്ട് കോടതിയിൽ സ്ഥാപിക്കാൻ വേണ്ടി പ്രോസിക്യൂഷൻ സാധിച്ചു. ഇത്തരത്തിലുള്ള അനുഭവം ആർക്കും ഉണ്ടാകാതിരിക്കട്ടെ എന്നായിരുന്നു ശിക്ഷാവിധിക്ക് ശേഷം CA മുഹമ്മദ് ഹാജിയുടെ ബന്ധുക്കളുടെ പ്രതികരണം. ഒരു നീതി ലഭിച്ചെന്ന് പറയാൻ പറ്റും. നമുക്ക് സന്തോഷിക്കലോ നഷ്ടപ്പെട്ട് കഴിയും. ഒരു മക്കൾക്കും ഒരു പിതാവിനെയും നഷ്ടപ്പെടാതിരിക്കട്ടെ. ഇതുപോലെ 2008 കാസർഗോഡ് നടന്ന വർഗീയ സംഘർഷങ്ങളിൽ 4 പേരാണ് തുടർച്ചയായുള്ള ദിവസങ്ങളിൽ കൊല്ലപ്പെട്ടത്. ഇതിനുശേഷം മറ്റ് നിരവധി വർഗീയ കൊലപാതക കേസുകളും ജില്ലയിലുണ്ടായി. ആകെ 11 കേസുകളിൽ 9 കേസുകളിലെ പ്രതികളെയും കുറ്റം തെളിയിക്കുവാൻ കഴിയാത്തതിനെ തുടർന്ന് വെറുതെ വിട്ടതിന് പിന്നാലെ 30 വർഷത്തിനു ശേഷമാണ് CA മുഹമ്മദ് ഹാജി വധക്കേസിൽ ശിക്ഷ വിധിക്കുന്നത്. കാസർഗോഡിൽ 2008 മുതൽ 2017 വരെ 11 കമ്മ്യൂണൽ മർഡർ കേസസ് ഉണ്ടായിട്ടുണ്ട്. അതിലിപ്പോൾ 9 കേസുകളിൽ ട്രയൽ കഴിഞ്ഞിട്ടുണ്ട്. ആദ്യത്തെ ഒരു കേസിൽ നമുക്ക് കൺവിക്ഷൻ കിട്ടിയിട്ടുണ്ട്. ഈ കോടതി നമ്മളെ ഇൻവെസ്റ്റിഗേഷൻ അപ്രിഷിയേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ വിറ്റ്നസസിനെ നന്നായി അവർ അപ്രിഷിയേറ്റ് ചെയ്തിട്ട് ഇങ്ങനെ ഒരു പോസിറ്റീവ് ജഡ്ജ്മെന്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. കാസർഗോഡിന് റിലേറ്റഡ് ഇതൊരു പോസിറ്റീവ് ചേഞ്ച് ആണ്. ഈ ജഡ്ജ്മെന്റിനെ നമ്മൾ സ്വാഗതിക്കുന്നു. ഐ ഹോപ്പ് ഇൻ ഫ്യൂച്ചർ ഓൾസോ നമ്മൾ ഇതുപോലെ ചെയ്ത കേസസിൽ കൺവിക്ഷൻ കിട്ടുമെന്ന് നമ്മൾ ഒരു ബിലീഫാണ്. എല്ലാ ഐ തിങ്ക് കാസർഗോഡിൻ്റെ ഒരു കമ്മ്യൂണൽ നേച്ചറിന് മാറാൻ ഇതൊരു സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്ന് തന്നെ പറയാൻ പറ്റും. സോ ഇതിൽ നമുക്ക് സന്തോഷമുണ്ട്. ഓഫീസേഴ്സ് വളരെ നന്നായി അന്വേഷണം ചെയ്തിട്ട് വിറ്റ്നസസ് എല്ലാം കളക്ട് ചെയ്തിട്ട് ഈ കേസ് ചാർജ് ഷീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് റിസൾട്ടാണ് ഈ ഒരു പോസിറ്റീവ്. കേസിലെ ദൃക്സാക്ഷിയായ കൊല്ലപ്പെട്ട CA മുഹമ്മദ് ഹാജിയുടെ മകൻ ഷിഹാബ്, വഴിയാത്രക്കാരൻ എന്നിവരുടെ മൊഴികളാണ് കേസിൽ നിർണായകമായത്. കേസിന്റെ തുടക്കത്തിൽ BJP മുൻ സംസ്ഥാന പ്രസിഡന്റും ഇപ്പോൾ ഗോവ ഗവർണറുമായ അഡ്വക്കേറ്റ് PS ശ്രീധരൻ പിള്ളയാണ് പ്രതികൾക്ക് വേണ്ടി ഹാജരായിരുന്നത്. ഗവർണറായി നിയമിതനായ ശേഷം അദ്ദേഹത്തിൻ്റെ ജൂനിയറാണ് പ്രതികൾക്ക് വേണ്ടി വാദിച്ചത്. അന്ന് വെള്ളരിക്കുണ്ട് CI ആയിരുന്ന ഇപ്പോഴത്തെ കാസർഗോഡ് ASP P ബാലകൃഷ്ണൻ നായരാണ് ഈ കേസിൽ അന്വേഷണം നടത്തി കുറ്റപത്രം സമർപ്പിച്ചത്. ന്യൂസ് ബ്യൂറോ,
കാസർഗോഡ്.